23 വാക്കുകളുള്ള 55-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ചാലോ? അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്ന് പറയുന്ന വലിയ ഒരു സങ്കീർത്തന ഭാഗമാണിത്. നിന്റെ ഭാരം മറ്റാരെയുമല്ല, കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും. തീവ്രമായിട്ടുള്ള ഒരു മനോവേദനയോടുകൂടിയാണ് ദൈവസഹായത്തിന് വേണ്ടി സങ്കീർത്തകൻ അപേക്ഷിക്കുന്നത്. ദൈവത്തിന്റെ പെട്ടെന്നുള്ള സഹായമാണ് ഭക്തൻ അപേക്ഷിക്കുന്നത്. ഉറ്റവരും മിത്രങ്ങളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടതിന്റെ പരിത്യക്തത, ക്ലേശങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമൊക്കെ ദൈവഭക്തനിൽ നിലവിളി കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നവര് ഇപ്പോൾ വഴിപിഴച്ച മാർഗങ്ങളിൽ ചരിക്കുന്നതും ദൈവഭക്തന്റെ വേദനയ്ക്ക് ആക്ക് വർത്തിക്കുന്നു എന്നുള്ളതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. എന്നാൽ സങ്കീർത്തനം അവസാന ഭാഗം വർണ്ണിക്കുക ദൈവസന്നിധിയിൽ അഭയം കണ്ടെത്താനുള്ള ദൈവഭക്തന്റെ തീവ്രമായിട്ടുള്ള അഭിലാഷമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ പേരിൽ സുഹൃത്തുക്കളും ഉറ്റവരും എല്ലാം ജീവിതത്തിൽ നിന്ന് അകന്നാലും ദൈവവിശ്വാസി ഒരിക്കലും ഒറ്റപ്പെട്ടവനല്ല. കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ. തീവ്രമായ വേദനയുടെ നടുവിലും അങ്ങയോട് ചേർന്ന് കുരിശ് സഹിക്കാൻ ഞങ്ങളെ ശക്തരാക്കണം. അവിടുന്ന് ശക്തമായിട്ട് ആശ്രയിക്കാനും അങ്ങയെ മാത്രം പിൻചൊല്ലുവാനും ഞങ്ങളെ അനുവദിക്കണം എന്ന് നമുക്ക് തീവ്രമായിട്ടൊന്ന് അപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ദൈവത്തിൽ മാത്രം ഉറച്ചു വിശ്വസിക്കുകയും അവിടുന്ന് മാത്രം തീവ്രമായിട്ട് ബലപ്പെടുകയും ചെയ്യാം. ദൈവസമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.